വിഷ്ണു ദേവി. ഫേസ്ബുക്കിലും എല്ലായിടത്തും വരുന്നത്. ഇതിൻ്റെ വാല്യൂ 5 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ, 28 ലക്ഷം രൂപ, ചില ആൾക്കാർ 1 കോടി രൂപ. ഇതൊക്കെ ചുമ്മാ ഇട്ടേക്കുവാണ്. ഇത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അതുപോലെ 1 രൂപ നോട്ടം, അതുപോലെ ചില ആൾക്കാരുടെ ഒപ്പിട്ട നോട്ടിന് വലിയ വാല്യൂ ആണെന്ന് പറയുന്നത് ചുമ്മാതാണ്. ഇതൊക്കെ ചുമ്മാ നമ്മളെ പറ്റിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഇതെല്ലാം നമ്മളെ പറ്റിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഇതെല്ലാം നമ്മുടെ ഫോൺ നമ്പർ വാങ്ങിക്കുക, എല്ലാം വാങ്ങിക്കും. വാങ്ങിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് പൈസ നമ്മുടെ നിന്ന് അടയ്ക്കാനും പറയും. ഇത് കിട്ടാത്ത ഒരു ഇതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടംപോലെ ഉണ്ടാവും, നോട്ടും ഉണ്ട്. അതുപോലെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഉണ്ട്. നമ്മുടെ 50 പൈസ പല മോഡലുണ്ട്. ഒരു 25 പൈസ അതും പല മോഡലുണ്ട്. അതുപോലെ ഭാരമുള്ള 5 രൂപ, 2 രൂപയൊക്കെ ഉണ്ട്, 1 രൂപയൊക്കെ ഉണ്ട്. 2 പൈസ, 3 പൈസ, 10 പൈസ എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് എത്ര രൂപ കിട്ടും. അതുപോലെ നേരത്തെ കണ്ട 5 രൂപയുടെ വാല്യൂ, ഈ 5 രൂപയുടെ വാല്യൂ ഇത് ചുമ്മാ പറയുന്നതാണ്. 5 രൂപ കണ്ടോ, ട്രാക്ടറിൻ്റെ ചിഹ്നം. ഇതിന് ചില ആൾക്കാർ 25 ലക്ഷം രൂപ, 50 ലക്ഷം രൂപ ഒക്കെയാണ് പറയുന്നത്. ഫേസ്ബുക്കിലൊക്കെ വരുന്നതാണ്. ഇതൊക്കെ ചുമ്മാ ഒരു ഇതിനുവേണ്ടി പറയുന്നത്. നമ്മുടെ ഫോൺ നമ്പറൊക്കെ വാങ്ങിക്കും, എല്ലാം വാങ്ങിക്കും. പിന്നെ സർവീസ് ചാർജിൽ നിന്നുള്ള പൈസയും വാങ്ങിക്കും, എല്ലാം വാങ്ങിക്കും. എല്ലാം വാങ്ങിച്ച് കഴിയുമ്പോൾ എല്ലാം അവരുടെ കയ്യിലായി കഴിഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചതിവിൽ പെടാതിരിക്കുക. ഇപ്പോൾ 25 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ വെച്ച് പറഞ്ഞാൽ തന്നെ എൻ്റെ കയ്യിൽ 40 ലക്ഷം രൂപയുടെ സാധനമുണ്ട്. ചുമ്മാതെ ഇതൊക്കെ പറയുന്നത്. പിന്നെ അത്യാവശ്യക്കാർക്കും വേണ്ടിയവരെ ചിലപ്പം അവർ നിസ്സാര പൈസ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കും, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ കൊടുക്കാനാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. പൈസകളുണ്ട്. 25 പൈസ ഉണ്ട്, 10 പൈസ ഉണ്ട്, 2 പൈസ ഉണ്ട്, 3 പൈസ ഉണ്ട്, എല്ലാം ഉണ്ട്. അത്യാവശ്യക്കാരെ ഇപ്പോൾ ഇല്ലാത്ത ഒരാളാണെങ്കിൽ പറയും, എനിക്കൊരു കോയിൻ തരണം, 10, 200 രൂപ തരാം, 300 രൂപ തരാം, ഇത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇതിന് 25 ലക്ഷം രൂപ, 30 ലക്ഷം രൂപ, അല്ലെങ്കിൽ 5 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ ഒന്നും കിട്ടത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല. ഇത് ചുമ്മാ പറയുന്നത്. ഇത് അതുപോലെ 5 രൂപയ്ക്ക് 25 ലക്ഷം രൂപയൊക്കെയാണ് പറയുന്നത്, ചുമ്മാതാ. ഇതും കിട്ടത്തില്ല. മാധ്യമത്തിൽ കിടക്കും, സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മുടെ സർവീസ് ചാർജ് എല്ലാം ഇമാർ ഈടാക്കും. എനിക്കൊന്ന് പറ്റിയതാണ് കുഴപ്പം. അതുകൊണ്ട് ഈ ഇതിലൊക്കെ ആകപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുക. ഇതിപ്പം നമ്മൾ ഇങ്ങനെയുള്ള പൈസകൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കുകയും ചെയ്യാം. ഇടയ്ക്ക് നോക്കുകയും എല്ലാം ചെയ്യാം. മാത്രമേ ഉള്ളൂ. പിന്നെ ആരെങ്കിലും ഇപ്പോൾ കയ്യിൽ ഇപ്പം ഈ പൈസ ഇല്ലാത്തവരുണ്ട്, 50 പൈസ ചില മോഡലുണ്ട്, ഈ പൈസയൊക്കെ ഇല്ലാത്തവരുണ്ട്. അപ്പോൾ ചില ആൾക്കാർ അവരുടെ ഒരു മോഹവില പറയത്തരുക എന്നൊക്കെ ഞാൻ അങ്ങനത്തുള്ളതെന്ന് പറയും. അല്ലാതെ നമുക്ക് 25 ലക്ഷം രൂപയോ 5 ലക്ഷം രൂപയോ 10 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയോ കിട്ടത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഇത് മൊത്തം കൊടുത്തേക്കാം. ഇതൊരിക്കലും കിട്ടാത്ത ഒരു കാര്യമാണ്. ആവശ്യമില്ലാതെ ഇതൊന്നും അകപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുക. സമൂഹ മാധ്യമങ്ങളിലും ഫേസ്ബുക്കിലും വരുന്നുണ്ട്. 25 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ, 1 കോടി രൂപ എന്നൊക്കെയാണ് പറയുന്നത്, ഒരിക്കലും കിട്ടത്തില്ല. അതുപോലെ 50 പൈസ തന്നെ പല കോയിനുണ്ട് എൻ്റെ കയ്യിൽ. അത് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. അത്ര അങ്ങനെ കിട്ടുവാണെങ്കിൽ നിസ്സാര റേറ്റിനായാലും കൊടുത്തേക്കാം. 10 പൈസ നിസ്സാര റേറ്റിനായാലും കൊടുത്തേക്കാം. അതുകൊണ്ട്
ഇതിലാകപ്പെടാതിരിക്കുക. ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന 25 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ എന്നും പറഞ്ഞിട്ട് വരും. പലരുടെ ഒപ്പിട്ടുള്ള പൈസയാണ് എടുക്കും ഒക്കെ പറയും. ചുമ്മാ മാത്രമാണ്. കഴിഞ്ഞിടയ്ക്ക് കണ്ടായിരുന്നു വിദേശ രാജ്യത്ത് ഇതിനെ കാണിച്ചായിരുന്നു. ചുമ്മാ. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ള ഇത് നമ്മളാരും ഇങ്ങനെയുള്ള ഇതിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുക. അതുപോലെ കഴിഞ്ഞിടയ്ക്ക് കണ്ടു അതുപോലെ 10 രൂപയുടെ കോയിന് ഇതിന് അതിന് 6 ലക്ഷം രൂപ 5 ലക്ഷം രൂപ എന്നും പറഞ്ഞിട്ട് കണ്ടായിരുന്നു. ചുമ്മാതാ, തട്ടിപ്പാണ്. എൻ്റെ ഇത് തന്നെ ഒരു 5-6 എണ്ണം ഉണ്ട്. ചുമ്മാതാണ്. ഇതെല്ലാം സമൂഹമാധ്യമങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. അതുപോലെ 1 രൂപയുടെ കോയിന് പറയുന്നുണ്ട് ഇതിന് 1980 ചുമ്മാ ആവശ്യമില്ലാത്ത ചാർജുകളൊക്കെ ചുമ്മാ എഴുതിയിരിക്കുന്നതാണ്. ഇതിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള പാലുവോ 25 ലക്ഷം രൂപ 5 ലക്ഷം രൂപ ഒന്നും കിട്ടത്തൊന്നുമില്ല. ചുമ്മാതാണ്. ഇതിലാകപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുക.